നമസ്കാരം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേസ് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് എന്നോട് ധാരാളം പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആദ്യം കൺസ്യൂമർ എന്താണെന്ന് പറയാം. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂമേഴ്സാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയോ ഓൺലൈനായാലും ഡയറക്റ്റായിട്ട് നമ്മൾ ഷോപ്പുകളിൽ പോയി വാങ്ങുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, ഇത് കഴിഞ്ഞ ആഴ്ച വന്നൊരു കേസാണ്. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന നെക്സ്റ്റ് ഡേ തന്നെ അതിനകത്ത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവരോട് പറയുമ്പോഴത്തേക്ക് അവർ വന്ന് നന്നാക്കി തരും. തിരിച്ചു പോകുമ്പോൾ വീണ്ടും അത് കംപ്ലൈൻ്റ് ആവും. വേറൊന്ന്, ഏതാണ്ട് ഒരു ചെറുപ്പക്കാരൻ വളരെ ആഗ്രഹിച്ച് 3,20,000 രൂപയ്ക്ക് ഒരു ബൈക്ക് വാങ്ങി. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ബൈക്കിൻ്റെ കമ്പനിയുടെ പേര് പറയുന്നില്ല. ബൈക്ക് വാങ്ങി ഉത്രാടം നാൾ, ഒരു തിരുനാളുണ്ടല്ലോ, അതായത് മലയാള മാസം 1-ാം തീയതി സെപ്റ്റംബർ, ഓണത്തിൻ്റെ അന്ന് വളരെ ആഗ്രഹിച്ച പയ്യൻ വളരെ കാലത്തെ സമ്പാദ്യം കൂട്ടി വെച്ച് ഒരു ബൈക്ക് വാങ്ങി 3,20,000 രൂപ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചെയിനൊക്കെ തുരുമ്പെടുക്കും. അപ്പോൾ അത് നന്നാക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ അയാൾ അഴിച്ചപ്പോൾ പെഡലൊക്കെ തുരുമ്പെടുത്ത്, അതിൻ്റെ ബൈക്കിൻ്റെ പെഡലുണ്ടല്ലോ അത് തുരുമ്പെടുത്തിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ അവരെന്ത് ഓയിൽ അടിച്ച് വിടുകയാണ്. ആ തുരുമ്പ് ഉള്ള ഭാഗം ഓയിൽ അടിച്ച് ഷൈനിങ് കൂട്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവൻ എടുത്തുകൊണ്ട് വരാൻ പോയപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മൽഗാർഡ് മുഴുവൻ സ്ക്രാച്ചസ് ആയിരിക്കുന്നു. ഇവർ ഈ ഓടിച്ച് നോക്കുന്ന സമയത്തെന്തോ ഇങ്ങനെ കംപ്ലൈൻറ്റ് ഒന്ന് വിട്ട് കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനിപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അവന് ഒന്നിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നം റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പ്രമുഖമായ ഒരു കമ്പനിയാണ്, പ്രമുഖമായ ഒരു 2 വീലർ കമ്പനിയാണ്. അവരുടെ സർവീസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. കമ്പനി മോശം എന്നല്ല ഈ പറയുന്നത്. കമ്പനിയുടെ സർവീസ് മോശമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് കമ്പനിയോടുള്ള മതിപ്പ് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ബില്ല്, അതായത് നിങ്ങൾക്ക് ഇതുപോലെ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങി ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വാങ്ങി 1 വർഷം 2 വർഷം ഓരോ വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ ഉണ്ട് ഇതിന്, അതുപോലും ആകാതെ വാങ്ങി ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ 4 പ്രാവശ്യം സർവീസ് സെന്ററിൽ കൊണ്ടുപോകേണ്ടി വരുന്ന കേസാണ് ആ പയ്യന്റെ 3,20,000 രൂപയുടെ ബൈക്ക് വാങ്ങിയ കേസ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾ ഇനി നന്നാക്കണ്ട, ഒന്നിൽ ക്യാഷ് റീഫണ്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മെന്റൽ പാനിക്കും ടെൻഷനും ഒക്കെ ഉണ്ടാക്കി ഇവന്റെ ഇത്രയും ദിവസത്തെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു ഹെവി ഡാമേജ് ഫയൽ ചെയ്യാണ്. ഇതുപോലെ വരികയാണെങ്കിൽ, നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പ്രതികരിക്കണം. ഒരു 90% കൺസ്യൂമേഴ്സും വിചാരിക്കുന്നത് എന്താണ്, ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് എന്താ പറഞ്ഞാലും 3,000 രൂപയല്ലേ 10,000 രൂപയല്ലേ, വക്കീൽ ഫീസ് തന്നെ ഒരുപാടാവും. അങ്ങനെ